ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആകാൻ പോകുന്നത്? ആരിനാണോ അതോ നോ എവിക്ഷൻ ഡേ ആണോ? വൈൽഡ് കാർഡ്സുകളുടെ കൺഫേം ലിസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് എവിക്ഷൻ അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5:30, 6 മണി, 7 മണി വരെയൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ആരും എവിക്റ്റായിപ്പോയി, ആരും പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൂമേഴ്സ് മാത്രമായിരുന്നു. ആരും പുറത്തു പോയിട്ടില്ല. ഈ ആഴ്ച നോ എവിക്ഷൻ ഡേ ആണെന്ന് കൺഫേം ലിസ്റ്റ് കിട്ടിയിരിക്കുന്നത്. കൺഫേം ആയിട്ട് പറയുന്നത് ആര്യൻ പുറത്ത് പോയിട്ടില്ല, ആര്യനും പോകുന്നില്ല, അതുപോലെ തന്നെ ഒനേലും ഈ ആഴ്ച എവിക്റ്റായി പോകുന്നില്ല. 2 പേരായിരുന്നു ഡേഞ്ചർ സോണിലുണ്ടായിരുന്നത്, നമ്മുടെ ആര്യനും ഒനേലും. അപ്പോൾ ഈ 2 പേരും സേഫാണ്. ഓണം പ്രമാണിച്ച് ഈ ആഴ്ച നോ എവിക്ഷൻ ഡേ ആണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി അത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കൂടുതലായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ കിട്ടുന്ന അറിയിപ്പുകൾ പ്രകാരം നോ എവിക്ഷൻ ഡേ ആണെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യനും ഒനേലും രക്ഷപ്പെട്ടു. ഇനി ഇന്ന് 2 പ്രൊമോ പുറത്തു വന്നിരുന്നു. ഒന്ന് നമ്മുടെ ആര്യനും ലാലേട്ടൻ തമ്മിലുള്ളൊരു പ്രൊമോ പുറത്തു വന്നിരുന്നു. അതിനകത്ത് നമ്മുടെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആര്യനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അത് ആര്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് കുളിക്കുമ്പോൾ വെക്കണം, കിടന്നുറങ്ങുമ്പോൾ വെക്കണം എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ? അപ്പോൾ അത് ആര്യം ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ട, അത് ആര്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, നീ അത് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ കേട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആര്യം പറയുന്നു സോറി ലാലേട്ട എന്ന് പറയുന്നു. പിന്നീട് ലാലേട്ടൻ നല്ല കണക്കിന് ആര്യനിട്ട് പൊരിക്കുന്നുണ്ട്, പൊരിച്ച് വറുത്ത് എടുക്കുന്നുണ്ട്. വെറുതെ അടി കൊടുത്തു അടി വാങ്ങിച്ചു എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ പ്രമോ എന്ന് പറയുന്നത് നമ്മുടെ നെവിനും ലാലേട്ടനും തമ്മിലുള്ള സംസാരമായിരുന്നു. നമ്മുടെ നെവിനോട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നെവിൻ ഇങ്ങനെ പുറത്തു പോകാനുള്ള സാഹചര്യം ചോദിച്ചപ്പോൾ നമ്മുടെ നെവിൻ പറഞ്ഞു അപ്പോഴത്തെ ഒരു ഇത് കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് കാണിക്കാനാണെങ്കിൽ ഞങ്ങളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ, അതായത് ഒരു കാരണമില്ലാതെ പുറത്താക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ പുറത്താക്കാം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട്, വേറെ ഒരാൾ അവിടെ പുറത്ത് പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരാളുണ്ട്, രേണു പോണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു വേണ്ട എന്ന് പറയുന്നുണ്ട്. 2 പേരെയും, അതായത് നെവിനായാലും നമ്മുടെ ആര്യനായാലും നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് 2 പ്രമോനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ആ പ്രമോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വൈൽഡ് കാർഡ്സിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ കൺഫേം ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 5 പേരുടെ പേരാണ് ഇപ്പോൾ പറയാനുള്ളത്. നേരത്തെ പറയാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അതിലത്തെ 1ാമത്തെ പേരെന്ന് പറയുന്നത് കൺഫേം ലിസ്റ്റിലെ 1ാമത്തെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പേര് തന്നെയാണ്. 1ാമത്തെ പേരെന്ന് പറയുന്നത് നമ്മുടെ ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ്റെ പേരാണ് 1ാമതായിട്ട് പറയാൻ പോകുന്നത്. പുള്ളിക്കാരൻ കൺഫേമായി അറിഞ്ഞതാണ്. അപ്പോൾ പുള്ളിക്കാരനും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ജിഷിൻ മോഹൻ്റെ പേരാണ് 1ാമത് പറയാൻ പോകുന്നത്. 2ാമത്തെ പേരെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവറും ആങ്കറൊക്കെ ആയിട്ടുള്ള നമ്മുടെ മസ്താനിയുടെ പേരാണ് പറയാൻ പോകുന്നത്. പുള്ളിക്കാരും കൺഫേമാണ്, ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. ഇനി 2 പേര് ഇപ്പോൾ കൺഫേമായിട്ട് ഞാൻ പറഞ്ഞു. ഇനി 3ാമതായിട്ട് പറയാൻ പോകുന്ന പേര് ഞാൻ നേരത്തെ പ്രഡിഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേരാണ്. കൺഫേമായിട്ട് പറഞ്ഞ പേരല്ല, പ്രഡിഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേരായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ റൺബീർ കപൂറായ മോഡലറൊക്കെ ആയിട്ടുള്ള നമ്മുടെ വ്യാസൻ്റെ പേരാണ് ഞാൻ 3ാമതായിട്ട് പറയാൻ പോകുന്നത്. പുള്ളിക്കാരൻ കൺഫേമാണ്, ബിഗ് ബോസ് വീട്ടിൽ കയറാനായിട്ട് നിൽക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഓക്കെ, 4ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിറ്റിക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വേദ് ലക്ഷ്മിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. വേദ് ലക്ഷ്മി കൺഫേമാണ്, ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുവാണെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ 5 പേരുടെ പേര് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരാളുടെ പേരും കൂടി ഞാൻ പറയാൻ പോകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പ്രഡിഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേരായിരുന്നു, പ്രഡിഷൻ ലിസ്റ്റിലായിരുന്നു മൂപ്പര്. ഇപ്പോൾ കൺഫേം ആണെന്നാണ് അറിയുന്നത്. പൂർണ്ണമായിട്ടും 90% കൺഫേം ആയിട്ടേ ഉള്ളൂ, 100% കൺഫേം എന്ന് പറയാറായിട്ടില്ല. ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ പേര് ഒരു 90% കൺഫേം ആയിട്ടുള്ളൂ. നമ്മുടെ ആക്ടറൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബാലയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാലയാണ് അവസാനത്തെ ഇതായിട്ട് പറയാൻ പോകുന്നത്. 90% കൺഫേം ആണെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അതെന്തായാലും നമുക്ക്
നമുക്ക് എപ്പിസോഡിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസങ്ങളായിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ 3 ദിവസങ്ങളായിട്ട്, അതായത് ആദ്യത്തെ ഒരു ദിവസം, അതായത് ഇന്ന് 9:30 മുതൽ 10:30 വരെ ഇന്നത്തെ എപ്പിസോഡ് സാധാ എപ്പിസോഡ് പോലെയല്ല, ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ്. അത് 9:30 മുതൽ 10:30 വരെ നടക്കും. അതിനുശേഷം നാളെ ശനിയാഴ്ചയാണല്ലോ, നാളെ ശനിയാഴ്ച എപ്പോഴാണ്? 9 മണിക്കാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുക. ആ സമയത്ത് തന്നെ തുടങ്ങി ഒരു 11 മണിക്ക് നമ്മുടെ ബിഗ് ബോസ് കഴിയും. അതായത് ഇന്നും നാളെയും നമ്മുടെ ലാലേട്ടൻ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. മറ്റന്നാളത്തെ കാര്യം ഉറപ്പില്ല, ലാലേട്ടൻ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. സ്റ്റേജിൽ വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട്, ആങ്കറൊക്കെ വെച്ചിട്ട് ചെയ്യിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 3-ാമത്തെ ദിവസം വൈൽഡ് കാർഡ്സിനെ കയറ്റി വിടുന്ന പരിപാടിയാണ്. അവരുടെ ഇൻ്റർവ്യൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ നാളെ അവർ ബിഗ് ബോസ് വീടിനകത്ത് കയറും എന്നാണ് അറിഞ്ഞത്. അവരുടെ ഇൻ്റർവ്യൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഏകദേശം. എന്നാൽ നമുക്ക് നോക്കാം. മറ്റന്നാൾ നമുക്കത് എപ്പിസോഡിനകത്ത് കാണാനായിട്ട് സാധിക്കും. മറ്റന്നാൾ വേറെ ഒരു പരിപാടിയില്ല. മറ്റന്നാൾ നമ്മുടെ വൈൽഡ് കാർഡ്സിനെ കയറ്റിവിടുന്ന പരിപാടിയാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ദിവസങ്ങളായിട്ട്, ഈ 3 വീക്കെൻഡുകളായിട്ട് നടക്കാൻ പോകുന്ന പരിപാടിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും വൈൽഡ് കാർഡ്സുകളൊക്കെ കയറാൻ പോവുകയാണ്. ഇനിയെങ്കിലും ബിഗ് ബോസ് വീടിന്ന് ഉണർന്ന്, അതായത് ഗെയിം ഒക്കെ ചേഞ്ച് ചെയ്ത് നല്ലൊരു രീതിക്ക് കളിക്കുന്നത് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.